Hi students, welcome back to Social Science Classroom. We are discussing 9th chapter Gandhiji and Freedom Struggle. We are discussing 9th chapter Gandhiji and Freedom Struggle. In the last class we have discussed the subheading Ambedkar and Pune Pact. Did you remember? Okay. Today, let us move to the next subheading, Quit India Movement. Quit India Movement. Ready? Let's read it. The Quit India Movement was a remarkable mass movement against the British government. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായി നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു, മുന്നേറ്റമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. The movement was launched in All India Congress Committee session held at Bombay on 8th August 1942. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആരംഭിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. The session demanded the British to hand over all administrative powers to the Indian and quit India. ഈ പ്രമേയം ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറിക്കൊണ്ട് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകാനാണ് ഈ പ്രമേയം ആവശ്യപ്പെടുന്നത്. ഓക്കെ. ഇൻ എ സ്പീച്ച് ഗാന്ധിജി urged the people. ക്വിറ്റ് ഇന്ത്യ സമ്മേളനത്തിലെ സംസാരത്തിൽ, പ്രസംഗത്തിൽ ഗാന്ധിജി ജനങ്ങളെ ഉണർത്തിയത്, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നോക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജി നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ഗാന്ധിജി ജനങ്ങളോട് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞു, ഹിയർ ഇസ് എ മന്ത്ര. ഞാൻ നിങ്ങൾക്കൊരു മന്ത്രം പറഞ്ഞു തരാം. എ ഷോർട്ട് വൺ, ഒരു ചെറിയ മന്ത്രമാണ്. ദറ്റ് ഐ ഗിവ് യു. ആ മന്ത്രം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. യു മേ ഇംപ്രിൻറ്റ് ഇറ്റ് ഓൺ യുവർ ഹേർട്ട്. ആ മന്ത്രം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണം. ലെറ്റ് എവറി ബ്രീത്ത് ഓഫ് യുവേഴ്സ് ഗിവ് എക്സ്പ്രഷൻ ടു ഇറ്റ്. നിങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളിലും ആ മന്ത്രം പ്രതിധ്വനിക്കണം. ദ മന്ത്ര ഈസ്, ആ മന്ത്രം എന്താണ്? ഡു ഓർ ഡൈ. നിങ്ങളൊന്നെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു സ്ലോഗനാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. വി ഷാൽ ഐദർ ഫ്രീ ഇന്ത്യ. നമുക്കൊന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കാം, ഓർ ഡൈ ഇൻ ദ അറ്റംപ്റ്റ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ അർപ്പിക്കാം. ഒന്നുകിൽ നമുക്ക് ഇന്ത്യയെ സ്വതന്ത്രമാക്കാം, അല്ലെങ്കിൽ ഇന്ത്യയെ സ്വാതന്ത്ര്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ അർപ്പിക്കാം. ഇതാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി നൽകിയിട്ടുള്ള സന്ദേശം, ഡു ഓർ ഡൈ. മെനി കോൺഗ്രസ് ലീഡേഴ്സ് വെർ അറസ്റ്റഡ്. ഇതിൻ്റെ ഭാഗമായി നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗാന്ധിജി ആൻഡ് ഹിസ് വൈഫ് കസ്തൂർബ വെർ ഇംപ്രിസൺഡ് അറ്റ് ദ അഗാ ഖാൻ പാലസ് ഇൻ പൂനെ. ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ പത്നിയും പൂനെയിലുള്ള അഗാ ഖാൻ പാലസിൽ തടവിലാക്കപ്പെട്ടു. കസ്തൂർബ ഗാന്ധി പാസ്ഡ് അവേ ഓൺ 22 ഫെബ്രുവരി 1944. 1944 ഫെബ്രുവരി 22 ഗാന്ധിജിയുടെ പത്നി കസ്തൂർബ ഗാന്ധി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇൻ പ്രിസൺ, തടവറയിൽ വെച്ചുകൊണ്ടാണ് കസ്തൂർബ ഗാന്ധി ഈ ലോകത്തോട് വിട പറഞ്ഞത്. Here her body was cremated in the jail compound itself. അവരുടെ ഭൗതിക ശരീരം ജയിലിൽ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അരുണ ആസിഫ് അലി ആൻഡ് ജയപ്രകാശ് നാരായൺ went underground, led the Quit India movement while in hiding. അരുണ ആസിഫ് അലി അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണനുമൊക്കെ ഒളിവിൽ പോവുകയും ഒളിവിൽ നിന്നുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ നയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഗാന്ധിജി ഡിസ്ക്രൈബ്ഡ് അസഫ് അലി ആസ് ദ ലീഡർ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഗാന്ധിജി ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി പ്രഖ്യാപിച്ചു.
പ്രൊട്ടസ്റ്റിംഗ് ദ അറസ്റ്റ് ഓഫ് ലീഡേഴ്സ്, നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൺട്രി വൈഡ് ഹർത്താൽസ് ആൻഡ് ബ്ലാക്ക് ഡേയ്സ് വെർ ഒബ്സർവ്ഡ് ആൻഡ് പ്രൊസഷൻസ് വെർ ഓർഗനൈസ്ഡ്. നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഹർത്താലുകളും കരിദിനങ്ങളും ആചരിക്കപ്പെട്ടു. ദ പ്രൊട്ടസ്റ്റ് ഗ്രാജുവലി ടേൺഡ് ഇൻ ടു റിബല്യൻ. ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ക്രമേണ ലഹളയിലേക്ക് നീങ്ങാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻ വെർ ഡിസ്ട്രക്റ്റഡ്. റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ട്രെയിൻസ് വെർ സെറ്റ് ഓൺ ഫയർ. തീവണ്ടികളെ അഗ്നിക്കിരയാക്കപ്പെട്ടു. ഗവൺമെൻറ് ഓഫീസ് വെർ ബേൺ ടു ആഷസ്. ഗവൺമെൻറ് ഓഫീസുകളെല്ലാം ചുട്ടരിക്കപ്പെട്ടു. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് ഫെസിലിറ്റീസ് വെർ ഡിസ്ട്രോയിഡ്. ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളെല്ലാം തന്നെ തകർക്കപ്പെട്ടു. വർക്കേഴ്സ് ബോയ്ക്കോട്ട് ഫാക്ടറീസ്. തൊഴിലാളികളെ ഫാക്ടറിയിൽ നിന്ന് ഫാക്ടറി ബഹിഷ്കരിച്ചുകൊണ്ട് തൊഴിലാളികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നു. എ സ്റ്റുഡൻറ് ക്യൂറ്റ് ആൻഡ് സ്റ്റുഡൻസ് ക്യൂറ്റ് ക്ലാസ്സസ്. കുട്ടികളെല്ലാം ക്ലാസ്സുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു മാസ് പ്രൊട്ടസ്റ്റിലേക്ക് ഏത് മാറി? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം മാറി എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ തരത്തിലും ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ അവിടുന്ന് പുറത്തിറങ്ങി വന്നിട്ട് സമരത്തിൻ്റെ ഭാഗമായി, ക്ലാസ് റൂമുകളിൽ പഠിച്ചിരുന്ന കുട്ടികളെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് സമരത്തിൻ്റെ ഭാഗമായി ട്രെയിനുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. ഗവൺമെൻറ് ഓഫീസുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. വലിയ രീതിയിലുള്ള ഒരു ലഹളയിലേക്ക് ഏത് മാറി? ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് മാറി. ദ ബ്രിട്ടീഷ് സപ്രസ്ഡ് ദ മൂവ്മെൻറ്റ് ബ്രൂട്ടലി. എന്നാൽ ബ്രിട്ടീഷുകാർ വളരെ ക്രൂരമായി തന്നെ ഈ സമരങ്ങളെയെല്ലാം അടിച്ചമർത്തി. ഇൻ കേരളത്തിൽ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ബിഗാൻ വിത്ത് ദ ഹർത്താൽ ഓൺ 9 August 1942. 1942 ഓഗസ്റ്റ് 9 ഒരു ഹർത്താലോട് കൂടിയിട്ടാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. Many leaders of the Hartal like MP Narayana Menon, K. Kelapan, E. Moidu Maulavi and A.V. Kuttimalu Amma were arrested. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുകളാണ് ആരൊക്കെ? MP നാരായണ മേനോൻ, K. കേളപ്പൻ, E. മൊയ്തു മൗലവി ആൻഡ് A.V. കുട്ടിമാളു അമ്മ. ഇവരൊക്കെ എന്തായി? അറസ്റ്റ് ചെയ്യപ്പെട്ടു. വി ഒബ്സർവ് 9 August ആസ് ക്വിറ്റ് ഇന്ത്യ ഡേ. നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്? ഓഗസ്റ്റ് 9 തീയതി നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായി എല്ലാ വർഷവും നമ്മൾ ആചരിച്ച് പോരുന്നുണ്ട്. then ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഹൗ ഡസ് ദ നേച്ചർ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്? നിയമലംഘന പ്രസ്ഥാനത്തിൽ നിന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സമരത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ് അല്ലേ. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് എന്തായിരുന്നു? നിയമം ലംഘിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ എന്തായി? ഡു ഓർ ഡൈ എന്നുള്ള തരത്തിലേക്ക് അതിൻ്റെ സ്ലോഗൻ മാറുകയുണ്ടായിട്ടുണ്ട്. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ദ ടേബിൾ. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സാൾട്ട് സത്യാഗ്രഹമാണ്, അതെന്നാണ് നടന്നത്, അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇപ്പുറത്ത് ചോദിക്കുന്നത്. അതേപോലെ താഴെ കൊടുത്തിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ പിക്ചറാണ്. അത് എന്നാണ് നടന്നത്, അതിൻ്റെ നേതാക്കന്മാരാരൊക്കെയായിരുന്നു, എവിടെയൊക്കെയായിരുന്നു അതിൻ്റെ മെയിൻ സെൻറ്ററുകൾ, അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ക്രൊണോളജിക്കലി അറേഞ്ച് ദ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ക്രൊണോളജിക്കലി ഇയർ വൈസായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദണ്ഡി മാർച്ച്, മലബാർ റിബല്യൻ, വൈക്കം സത്യാഗ്രഹം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യണം. ഒന്നെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്, അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ ഇയർ ആദ്യം കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. ഏറ്റവും ഇപ്പോൾ ഇതിൽ 1920 പിന്നെ ഏറ്റവും ആദ്യത്തെ വർഷം അല്ലേ, പിന്നെ 921. അപ്പോൾ അങ്ങനെ കൊടുക്കുക. ഇതിൽ പെടാത്ത സംഭവങ്ങളുണ്ടാകും. ആ പെടാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് ആഡ് ചെയ്യണം. ദെൻ സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ദ ഇന്ത്യൻ നാഷണൽ ആർമി. സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും കേട്ടിട്ടില്ലേ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചിട്ടൊക്കെ? ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. വായിച്ച് നോക്കാം. സുഭാഷ് ചന്ദ്രബോസ് ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് വാസ് നോട്ട് ദ ചാരിറ്റി ഓഫ് ദ ബ്രിട്ടീഷ്. സുഭാഷ് ചന്ദ്രബോസ് എന്താണ് അദ്ദേഹം വിശ്വസിച്ചത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല.
ബട്ട് വാസ് ടു ബി അച്ചീവ്ഡ് ത്രൂ ദ സ്ട്രഗിൾ. അത് ഇന്ത്യ സമരങ്ങളിലൂടെ നേടിയെടുക്കുന്നതാണ്. ത്രൂ ദ ഫേമസ് പ്രൊക്ലമേഷൻ, വളരെ പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനത്തിലൂടെ. എന്താണ് ആ പ്രഖ്യാപനം? ഗിവ് മി ബ്ലഡ്, ഐ വിൽ ഗിവ് യു ഫ്രീഡം. അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളോടായി നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്, ഒരു പ്രസ്താവനയാണ്. എന്ത്? ഗിവ് മി ബ്ലഡ്, നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ ആളാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് urged the people to fight against the British. അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. He took over the leadership of Indian National Army, founded by റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. സുഭാഷ് ചന്ദ്രബോസ് ആ INA-യുടെ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് INA വാസ് ദ ലിബറേഷൻ ഓഫ് ഇന്ത്യ. INA-യുടെ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ സ്വതന്ത്രമാക്കുക, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഓവർ ദ ആസാദ് ഹിന്ദ് റേഡിയോ, ആസാദ് ഹിന്ദ് റേഡിയോയിൽ സുഭാഷ് ചന്ദ്രബോസ് അഡ്രസ്ഡ് മഹാത്മാഗാന്ധി. ആസാദ് ഹിന്ദ് റേഡിയോയിൽ സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്ത്യസ് ലാസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഹാസ് ബിഗൻ. ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചിരിക്കുന്നു. ഫാദർ ഓഫ് അവർ നേഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ പിതാവ്. ഇൻ ദിസ് ഹോളി വാർ ഓഫ് ഇന്ത്യാസ് ലിബറേഷൻ, ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിനുള്ള ഈ പവിത്രമായ ഈ യുദ്ധത്തിൽ, വി ആസ്ക് ഫോർ യുവർ ബ്ലെസ്സിങ് ആൻഡ് ഗുഡ് വിഷസ്. നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്ന് ഗാന്ധിജി അഭിസംബോധനം ചെയ്തുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു. ഗാന്ധിജി ഡിസ്ക്രൈബ്ഡ് സുഭാഷ് ചന്ദ്രബോസ് നേതാജി. സുഭാഷ് ചന്ദ്രബോസിനെ ഗാന്ധിജി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? നേതാജി എന്നാണ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ നമ്മളെങ്ങനെ പറയില്ല? നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് പറയില്ല, അല്ല. ദ സ്ലോഗൻ ജയ് ഹിന്ദ് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സുഭാഷ് ചന്ദ്രബോസ്. നമ്മളൊക്കെ ഇപ്പോഴും പലപ്പോഴും പ്രസംഗത്തിൻ്റെ ഒക്കെ അവസാനം കേൾക്കുന്ന ഒരു സ്ലോഗനില്ലേ, ജയ് ഹിന്ദ് എന്ന് പറയാറില്ലേ? ഈ ജയ് ഹിന്ദ് എന്നുള്ള മുദ്രാവാക്യം ഇന്ത്യയിൽ നൽകിയിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസാണ്. ദെൻ INA ആൻഡ് കേരളൈറ്റ്സ്. INA-യും കേരളക്കാരും. കേരളത്തിലെ INA-യുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ക്യാപ്റ്റൻ ലക്ഷ്മി, എ കേരളൈറ്റ്, വാസ് ദ ലീഡർ ഓഫ് വുമൻസ് വിങ് ഓഫ് INA. INA-യുടെ വുമൻസ് വിങ്ങിൻ്റെ നേതാവായിരുന്നു കേരളത്തിൽ നിന്നുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി. വക്കം അബ്ദുൽ ഖാദർ വാസ് അനദർ കേരളൈറ്റ് ഹു ജോയിൻഡ് INA, ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഐഡിയാസ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ഒരാളായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. At the age of 26, he was executed by the British government. എന്നാൽ 26-ാമത്തെ വയസ്സിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ ബ്രിട്ടീഷുകാർ എന്തിനു വിധിച്ചു? വധശിക്ഷയ്ക്ക് വിധിച്ചു. Read the letter he sent home the night before the execution. അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ തലേ ദിവസം വക്കം അബ്ദുൽ ഖാദർ തൻ്റെ വീട്ടിലേക്ക് അയച്ച ഒരു കത്തുണ്ടായിരുന്നു. ആ കത്താണ് താഴെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം നമുക്ക് വായിച്ചു നോക്കാം. വധശിക്ഷയ്ക്ക് വിധിച്ച് വധശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വക്കം അബ്ദുൽ ഖാദർ തൻ്റെ വീട്ടിലേക്ക് അയച്ച കത്ത്, ആ കത്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൈ ഡിയർ ഫാദർ, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഐ ആം ലീവിങ് യു ഫോർ എവർ. ഞാൻ എന്നേക്കുമായി യാത്ര പോവുകയാണ്. മൈ ഡെത്ത് വിൽ ബി ബിഫോർ 6 in the morning tomorrow. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായി എൻ്റെ വധശിക്ഷ നടപ്പിലാക്കും. വെൻ ദ ക്ലോക്ക് സ്ട്രൈക്ക് 12 tonight, ഇന്നു രാത്രി 12 മണിക്ക് ക്ലോക്കിൽ മണിയടിക്കുന്നതോടുകൂടി, ഇറ്റ് വിൽ ബി ദ ഡെത്ത് knell that mark the first moment of my last day. എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസത്തെ ആദ്യത്തെ മരണമണിയാണ് ഇന്ന് രാത്രി 12 മണിക്ക് ക്ലോക്കിലടിക്കുന്ന മണി. I will die between 5 and 6 a.m. on Friday. The
സെവൻത്ത് ഡേ ഓഫ് റംസാൻ. ഈ റംസാൻ മാസത്തിലെ 7ാമത്തെ ദിവസം രാവിലെ 5 മണിക്കും 6 മണിക്കും മുമ്പായി ഞാൻ ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. റെസ്പെക്റ്റഡ് ഫാദർ, ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഡോട്ടിങ് ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, മൈ മോസ്റ്റ് ബിലവഡ് ബ്രദേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരിമാരെ, ഐ ഹാവ് നോ വേർഡ്സ് ടു സൊലൈസ് ഫോർ യു, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ല. ഐ ആം ലീവിങ് യു ഓൾ, ഞാൻ നിങ്ങളെല്ലാവരെയും വിട്ടു പോവുകയാണ്. ഡോണ്ട് മോൺ മീ, എന്നെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. You will indeed be pleased when you come to know from the eyewitness how bravely, blissfully and peacefully I died. ഞാൻ എത്ര സന്തോഷത്തോടും സമാധാനത്തോടും ധൈര്യത്തോടും കൂടിയാണ് ഞാൻ ഈ മരണത്തെ ഏറ്റുവാങ്ങുന്നത് എന്ന് ഞാൻ മരണത്തിലേക്ക് നടന്നു പോകുന്ന അത് കണ്ടിട്ടുള്ള അതിൻ്റെ ദൃക്സാക്ഷികൾ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾക്ക് എന്നെ ഓർത്ത് അഭിമാനിക്കാനുള്ള ഒരു അവസരമുണ്ടാകും. യു വുഡ് ബി ഡെഫിനറ്റ്ലി ബി പ്രൗഡ് ഓഫ് മീ. അത് അറിയുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് അഭിമാനിക്കും. ഞാൻ എത്ര ധൈര്യത്തോട് കൂടിയിട്ടാണ് ഞാൻ മരണത്തിലേക്ക് നീങ്ങുന്നത് എന്ന് എന്നെ തൂക്കിലേറ്റുന്ന ആളുകൾ, കണ്ട ആളുകൾ, ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് അഭിമാനിക്കും. ലെറ്റ് മീ കൺക്ലൂഡ്. എന്നെ അവസാനിപ്പിക്കാൻ അനുവദിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യുവർ ബിലവഡ് സൺ, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് അബ്ദുൽ ഖാദർ, അല്ലേ? അദ്ദേഹം 26ാമത്തെ വയസ്സിൽ വളരെ ചെറുപ്രായത്തിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചു എന്നതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന, ബ്രിട്ടീഷുകാർ വധശിക്ഷ വിധിച്ച് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു യുവാവായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ വാസ് വൺ അമംഗ് ദ മെനി മാർട്ടീഴ്സ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച അനേകം ആളുകളിലെ ധീരനായ ഒരാളായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. വാസ് കവറേജ് ആൻഡ് പാട്രിയോട്ടിസം കണ്ടിന്യൂ ടു ഇൻസ്പയർ അസ്. അദ്ദേഹത്തിൻ്റെ ധൈര്യവും അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള രാജ്യസ്നേഹവും എല്ലാം തന്നെ നമ്മെ അത്യധികം എന്ത് ചെയ്യുന്നുണ്ട്? ആവേശം കൊള്ളിക്കുന്നുണ്ട്. The British suppressed INS effort to attain freedom by means armed struggle. എന്നാൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആംഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ സായുധ സമരങ്ങളെയെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയുണ്ടായി. Elucidated the influence of the strategies adopted by Subhash Chandra Bose on India's freedom struggle. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമീപനത്തെ നിങ്ങൾ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹിയർ ഇസ് എ ടേബിൾ. കംപ്ലീറ്റ് ദ ടേബിൾ. ചമ്പാരൻ സത്യാഗ്രഹ, ഗാന്ധിജിയുടെ വിവിധ സമരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിലും ഗാന്ധി സ്വീകരിച്ച സ്ട്രാറ്റജിയിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹ, അല്ലേ? അതിലെ സത്യാഗ്രഹം തന്നെയായിരുന്നു. ദെൻ കേദ സത്യാഗ്രഹ, കേദ സത്യാഗ്രഹത്തിലേക്ക് വരുമ്പോൾ അത് ഹങ്കർ സ്ട്രൈക്കിലേക്ക് വന്നിരുന്നു. അതേപോലെ കോട്ടൺ മിൽ സ്ട്രൈക്ക്, അതിൽ ഹങ്കർ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അജിറ്റേഷൻ എഗൻസ്റ്റ് റൗലറ്റ് ആക്ട്, അല്ലേ? റൗലറ്റ് ആക്ടിനെതിരെ അതിൽ ബോയ്ക്കോട്ട് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് വസ്തുക്കൾ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ബ്രിട്ടീഷുകാരുടെ നിസ്സഹകരണം പ്രഖ്യാപിക്കുകയായിരുന്നു. സാൾട്ട് സത്യാഗ്രഹ, അത് സിവിൽ ഡിസൊബീഡിയൻസ് ആയിരുന്നു, നിയമം ലംഘിക്കുകയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഡു ഓർ ഡൈ. അപ്പോൾ ഓരോന്നിലും പ്രധാനമായിട്ട് അതിൻ്റെ സ്ട്രാറ്റജിയിൽ വരുന്ന മാറ്റം. അപ്പോൾ ഓരോന്നുമായി ബന്ധപ്പെട്ടപ്പോൾ ഒന്നിന് ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ചമ്പാരൻ സത്യാഗ്രഹയുടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ബാക്കി ഓരോ ഇവൻറ്റും നോക്കിയിട്ട് ഈ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നിർബന്ധമായിട്ടും ഈ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അത് ഈ ചാപ്റ്ററിൻ്റെ ഒരു എസൻസാണ് കേട്ടോ. ദെൻ എന്താ താഴെ കൊടുത്തിരിക്കുന്നത്? ഫൈൻഡ് ഔട്ട് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഗാന്ധിയൻ മൂവ്മെൻറ്റ് ബൈ ദ അനലൈസ് ദ കംപ്ലീറ്റ് ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ ഗാന്ധിയൻ സമരത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചർ എന്തായിരുന്നു എന്ന് കണ്ടെത്തണം. ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് എഴുതിയിട്ട് അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫീച്ചർ എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്തണം. ഓക്കെ, ദെൻ മുഹമ്മദ് അലി ജിന്ന ആൻഡ് പാകിസ്ഥാൻ ഡിമാൻഡ്. മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ വാദവും നോക്കാം നമുക്ക്.
We have earlier discussed the formation of All India Muslim League session of Muslim League. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. In the session of Muslim League was held at Lahore in 1940. 1940 ലാഹോറിൽ വെച്ച് ചേർന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മേളനത്തിൽ The session put forward the demand for the formation of Pakistan, incorporating the regions having Muslim majority. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കണമെന്ന് അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. Then Muhammad Ali Jinnah urged that the Muslim League is the sole organization that represented the Muslims in India. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ഏക സംഘടനയുമാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് മുഹമ്മദ് അലി ജിന്ന അവകാശപ്പെട്ടു. ഹെൻസ് ദ ഡിസർവ്ഡ് കൺസിഡറേഷൻ സ്കീം ടു പ്രൊവൈഡ് ടു ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അർഹമായ ഒരു പരിഗണന അവർക്ക് കിട്ടേണ്ടതുണ്ട് എന്ന് അവർ ആവശ്യപ്പെട്ടു. The British government encouraged the activities of Muslim League as a part of their divide and rule policy. The British government encouraged the activities of Muslim League as a part of the divide and rule policy. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ നയത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഈ ആശയത്തെ അങ്ങേയറ്റം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. Lord Mountbatten was appointed the new viceroy, worked out a compromise after the lengthy discussion with the leaders of Indian National Congress and All India Muslim League. All India Muslim Leagueൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് അതിലൊരു പരിഹാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ലോർഡ് മൗണ്ട് ബാറ്റനെ ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിക്കപ്പെട്ടു. He declared that British India was to be partitioned and new state of Pakistan was to be created along the free India. അദ്ദേഹം ചർച്ചകൾ നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് പുതിയ രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. The Indian freedom movement is an unparalleled mass movement in the history. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അല്ലെങ്കിൽ സമാനതകളില്ലാത്ത ജനകീയ സമരമായിരുന്നു. Gandhiji could unite different sections of Indians against the British. ഇന്ത്യയിലെ വിവിധങ്ങളായ ജനവിഭാഗങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരായി ഒന്നിപ്പിച്ചു നിർത്തുന്നതിൽ ഗാന്ധിജി മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. The peaceful agitation based on the ideals, truth and non-violence. Gandhiji's leadership was able to uproot the British rule that lasted for many years. അഹിംസയിലും സത്യത്തിലും അധിഷ്ഠിതമായ ആശയങ്ങളിലൂടെ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ അധികാരത്തെ ഇന്ത്യ രാജ്യത്ത് നിന്ന് തൂത്തെറിയുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, ദ ലാസ്റ്റ് ദ ഡോൺ ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കുകയാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പുലരുകയാണ്. On the midnight of 14 August 1947, Jawaharlal Nehru announced. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിക്കുകയുണ്ടായി. എന്താണ് പ്രഖ്യാപിച്ചത്? Long years ago we made a tryst with the destiny. വർഷങ്ങൾക്ക് മുമ്പ് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളൊരു നിശ്ചയം എടുത്തിരുന്നു. And now the time comes when we shall redeem our pledge. നമ്മൾ അന്നെടുത്ത ആ ഒരു പ്രതിജ്ഞ നിറവേറ്റുന്നതിനുള്ള സമയം ഇതാ ഇന്ന് ആഗതമായിരിക്കുകയാണ്. നോട്ട് വൂളി ഓർ ഇൻ ഫുൾ മെഷർ. പൂർണ്ണമായിട്ടല്ല, എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല, ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി. എന്നാൽ പര്യാപ്തമായ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രതിജ്ഞ നിറവേറ്റുന്നതിനുള്ള ഒരു സമയം ആയിരിക്കുന്നു. At the stroke of midnight hours, when the world sleeps, India will awake to the life and freedom. ഈ അർദ്ധരാത്രിയിൽ ലോകം മുഴുവൻ കണ്ണടച്ചുറങ്ങുമ്പോൾ
ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ്, അതിലേക്ക് നടന്നു നീങ്ങുകയാണ്, സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും നടന്നു നീങ്ങുകയാണ്, ഉണരുകയാണ്. എ മൊമെന്റ് കംസ് വിച്ച് കംസ് ബട്ട് റയർലി ഇൻ ഹിസ്റ്ററി. ആ സമയം വന്നെത്തിയിരിക്കുന്നു. ഇതുപോലെ ഒരു മുഹൂർത്തം ചരിത്രത്തിൽ അത്യപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. വെൻ വി സ്റ്റെപ്പ് ഔട്ട് ഫ്രം ദ ഓൾഡ് ടു ദ ന്യൂ. നമ്മുടെ പഴമയിൽ നിന്ന് നമ്മൾ പുതിയതിലേക്ക് മാറുകയാണ്. വെൻ ആൻ ഏജ് എൻഡ്, ഒരു യുഗം ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് വെൻ ദ സോൾ ഓഫ് നേഷൻ ലോങ് സപ്രസ്ഡ് ഫൈൻഡ് അട്രൻസ്. ദീർഘകാലമായി അടിച്ചമർത്തപ്പെട്ടിരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിത ശബ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിറ്റിംഗ് ദാറ്റ് this moment we take the pledge of declaration to the service of India. ഇത് അത്യപൂർവമായ ഒരു നിമിഷമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള നമ്മുടെ പ്രതിജ്ഞ ഏറ്റെടുക്കേണ്ട ദിവസം. ആൻഡ് ഹെർ പീപ്പിൾ, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കാനുള്ള നമ്മുടെ പ്രതിജ്ഞ ഏറ്റെടുക്കേണ്ട ദിവസം. ആൻഡ് ടു സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി. വലിയ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മനുഷ്യത്വത്തിന് വേണ്ടി നമ്മൾ ശബ്ദിക്കാമെന്ന നമ്മുടെ പ്രതിജ്ഞയെ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു സമയമാണിത്. ജവഹർലാൽ നെഹ്റു became the first Prime Minister of India on 15 August 1947. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സ്ഥാനമേറ്റു. ദ ഡ്രീം ഓഫ് നേഷൻ ഹാഡ് കം ട്രൂ. ഈ രാജ്യത്തിൻ്റെ സ്വപ്നമിത പൂവണിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, വലിയ ചാപ്റ്ററാണ്, ധാരാളം പോയിന്റുകളുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങളിതിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നിങ്ങൾ വായിക്കണം. ഇന്നത്തെ ഫോളോ അപ്പ് വർക്കായിട്ട് നമ്മൾ തരുന്നത് ഈ ടേബിളാണ്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് താഴെ കൊടുത്തിരിക്കുന്ന ഗാന്ധിജിയുടെ സമരമാർഗങ്ങളിൽ കോമൺ ആയിട്ടുള്ള ഫീച്ചർ എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നിങ്ങൾ വായിച്ചിട്ട് എന്ത് ചെയ്യണം? ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഫോളോ അപ്പ് അറിയാലോ. ഇന്നത്തെ ഫോളോ അപ്പ് കംപ്ലീറ്റ് ദിസ് ടേബിൾ. ഓക്കെ, താങ്ക് യു.